നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിപ്പോൾ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ബ്രേക്ക് ഡിസ്കസ് ചെയ്തു, പിന്നീട് നമ്മൾ കണ്ടിന്യൂ ഡിസ്കസ് ചെയ്തു, ഇനി നമ്മൾ ഗോ ടു ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ബ്രേക്ക് ആയാലും ശരി, കണ്ടിന്യൂ ആയാലും ശരി, ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, അതേപോലെ സിൻറ്റാക്സ് ഓരോന്നും മാറി വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, എക്സാമ്പിൾസ് എങ്ങനെയാണ്, ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ടൈപ്പ് ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസ് വരുമ്പോൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ ഫ്ലോ ഓഫ് കൺട്രോൾ ടു എനി പാർട്ട് ഓഫ് ദി പ്രോഗ്രാം ഡിസൈഡ്. നമുക്കറിയാം ഈ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിനായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഓഫ് കൺട്രോള് ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ടോപ്പ് ടു ബോട്ടമായിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഇത് മതി, ഇനി നമുക്ക് നെക്സ്റ്റ് ആ സ്റ്റേറ്റ്മെൻറ്റാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ നിർത്തി വെച്ച് നെക്സ്റ്റ് ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ ഗോ ടുവിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ലേബൽ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫയർ കൊടുക്കും. കാരണം എവിടേക്കാണ് നമുക്കിനി അത് പാസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ദ പ്രോഗ്രാമർ നീഡ് ടു സ്പെസിഫൈ എ ലേബൽ ഓർ ഐഡൻറ്റിഫയർ വിത്ത് ദ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫോളോയിങ് മാനർ. ഗോ ടു ലേബൽ സെമികോളൻ എന്നൊരു സിൻറ്റാക്സ് കൊടുത്തിട്ടുണ്ട്. ആ മാനറിലാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ഒരു ലേബലോ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫയറോ ഇതിൻ്റെ കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. ദിസ് ലേബൽ ഇൻഡിക്കേറ്റ് ദ ലൊക്കേഷൻ ഇൻ ദ പ്രോഗ്രാം വേർ ദ കൺട്രോൾ ജമ്പ് ടു. ഈ ലേബലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് ലൊക്കേഷനിലേക്കാണ് ഈ കൺട്രോൾ ജമ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പാസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഗോ ടു ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഒരു ലൂപ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 വരെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു, ഇനി 3 തൊട്ട് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ആ 3 എത്തുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതങ്ങ് നിർത്താം എന്നുള്ളൊരു കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് കൊടുക്കും. അതായത് ഇപ്പോൾ f = 3 ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് എക്സിറ്റ് അടിച്ച് വേറൊരു ലൊക്കേഷനിലേക്ക് ഡയറക്റ്റായിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കാണാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ഗോ ടു ലേബലാണ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഏത് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് അങ്ങോട്ട് എത്തും. പിന്നീട് ബാക്കിയുള്ളതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂവും അതേപോലെ ഗോ ടു ഉള്ളത് തമ്മിൽ വലിയൊരു ഡിഫറൻസ് അതാണ്. കണ്ടിന്യൂ ആകുമ്പോൾ നെക്സ്റ്റ് വീണ്ടും ഐട്രേറ്റ് ചെയ്യാനുള്ളൊരു അവസരം അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ അതല്ല, നമുക്ക് ആ ലൂപ്പിന്നേ നമ്മൾ എക്സിറ്റ് അടിച്ച് പോരുകയാണ്. എന്നിട്ട് ആ ഏത് ലൊക്കേഷനിലേക്കാണോ അവിടേക്കാണ് എത്തുക. അപ്പോൾ കണ്ടിന്യൂവിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഗോ ടുവിൻ്റെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് വ്യക്തമായിട്ട് മനസ്സിലാവും. വീഡിയോസ് കറക്റ്റായിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സാമ്പിൾ. #include stdio.h int main int I, j for I = 1, I <5, I++. നമ്മൾ ഫോർ ലൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം എന്താണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്, I 1 ആണ്, I <5 ആണ് അല്ലേ. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്, ഇനി നമ്മളെന്താണോ അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു ചെക്കിങ് നടക്കുന്നുണ്ട്, ഈ I = 2. I = 2 ആണോ, അല്ല, നമ്മളിവിടെ 1 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എക്സിക്യൂട്ട് ആവില്ല, അത് ഫാൾസ് ആണ്. അപ്പോൾ printf %i. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ 1 പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ് വീണ്ടും നമ്മൾ ലൂപ്പിലേക്ക് വരും, I++. അപ്പോൾ 1 ഉള്ളത് 2 ആയിട്ടോ I. പിന്നെ ചെക്ക് ചെയ്യും I <5 ആണോ, ഓഫ് കോഴ്സ് 2 5 ആണ്. പക്ഷെ പിന്നെയാണ് ആ ഒരു ട്വിസ്റ്റ് കിടക്കുന്നത്, ഈ I = 2 യെസ്, I = 2 ആണല്ലോ. അപ്പോൾ എന്താ ചെയ്യുക, ഗോ ടു ദേർ. നമ്മൾ ദേർ ആണ് ഒരു ലേബിൾ കൊടുത്തു. ആ ദേർ ഇതാക്കണം ഇവിടെ കാണുന്നത്, കണ്ടോ, ആ ലൂപ്പിൻ്റെ പുറത്താണ് ദേർ. printf 2 എന്നങ്ങ് പ്രിൻ്റ് ചെയ്യും. അത് ലെറ്റേഴ്സിലാണ് പ്രിൻ്റ് ചെയ്യുന്നത് 2 റിട്ടേൺ 0. അതോടുകൂടി ആ ഒരു പ്രോഗ്രാമിന് കഴിഞ്ഞു. അതാണ് ഇപ്പോൾ ഈ ഗോ ടു കൊണ്ട് ഉണ്ടായത്. അല്ലെങ്കിൽ നമുക്ക് ആ ലൂപ്പൊക്കെ എക്സിക്യൂട്ട് ചെയ്യാമായിരുന്നു, 1 ആഫ്റ്റർ അനദറായിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോകാമായിരുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ പറഞ്ഞ് ഗോ ടു ലേബിൾ യൂസ് ചെയ്തിട്ട് എല്ലാവരും സിൻറ്റാക്സ് യൂസ് ചെയ്തിട്ട് ഗോ ടു ജമ്പിങ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്തു. അതോടുകൂടി ആ ലൂപ്പ് അവിടെ നിന്നു. അതാണ് ഇതിനകത്ത് വന്നത്. അപ്പോൾ അതില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു, I = 3, 4, 5 ഒക്കെ എക്സിക്യൂട്ട് ആയിരുന്നു. നമ്മൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടതായിരിക്കും അത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 1 പ്രിൻ്റ് ആകും, 2 പ്രിൻ്റ് ആവില്ല. പിന്നെ കാരണം സ്കിപ്പ് ആവുമെന്നാണ് നമ്മൾ പറഞ്ഞത്. 3 പ്രിൻ്റ് ആവും, 4 പ്രിൻ്റ് ആവും.
പിന്നീട് അതിൻ്റെ ഔട്ടർ ലൂപ്പിനെയും അത് ബാധിക്കില്ല നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വീണ്ടും 1, 3, 4 എന്ന റിപ്പീറ്റ് നമ്മൾ കണ്ടു. കാരണം എന്താണ്, അവിടെ ഇന്നർ ലൂപ്പും ഔട്ടർ ലൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊരു നെസ്റ്റഡ് ഫോർ ലൂപ്പിൻ്റെ എക്സാമ്പിളായിരുന്നു, ഐ തിങ്ക് സോ. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ബാധിച്ചില്ല. ഐട്രേഷൻ പിന്നെയും കണ്ടിന്യൂ ചെയ്തു. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, ഐട്രേഷൻ അതോടുകൂടി സ്റ്റോപ്പായി. 2 എന്നുള്ള നമ്പർ എത്തിയതോടുകൂടി അത് അവിടെ സ്റ്റക്കായി കിടന്നു. പിന്നെ അവർ പറഞ്ഞതാണ് അതേറിൻ്റെ അവിടെ എന്താണുള്ളത് അതാണ് പ്രിൻ്റ് ആവുക. അതാണ് ഔട്ട്പുട്ട് എന്താണ് വന്നത്, 1 വന്നു, പിന്നെ TWO2 അങ്ങനെ വന്നു. പിന്നെ 3, 4, 5 ഒന്നും വന്നില്ല. അതിന് കാരണം ആ ലോജിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതായത് ആദ്യം നമ്മൾ ഫോർ ലൂപ്പൊക്കെ ചെക്ക് ചെയ്ത് വന്ന് ഈഫിലെത്തുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. i=2 ആണ്. അതോടുകൂടി ഗോ ടു ദേർ ആണ് എക്സിറ്റ് അടിച്ച് വന്നു. ദേർ എന്ന സ്ഥലത്തുള്ള എന്താണോ അത് പ്രിൻ്റ് ചെയ്യുന്നതോടുകൂടി പ്രോഗ്രാം കഴിയുകയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ കണ്ടിന്യൂലൊക്കെ ചെയ്തപ്പോൾ ആ 2 വന്നപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തു പോയി. പക്ഷേ 3ഉം 4ഒക്കെ പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് ഗോ ടു യൂസ് ചെയ്യേണ്ടത്, ഏത് സിറ്റുവേഷനിലാണ് ഈ പറഞ്ഞ കണ്ടിന്യൂ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ലോജിക്കാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നടന്നത് എന്താണ്, 1 മാത്രമേ ആ ലൂപ്പിൻ്റെ അകത്തുള്ള എക്സിക്യൂട്ട് ആയിട്ടുള്ളൂ. പിന്നെ ഗോ ടു അടിച്ചതിന് കാരണം കൊണ്ട് പുറത്തുള്ള 2 ആണല്ലോ എക്സിക്യൂട്ട് ആയത്. അപ്പോൾ ലൂപ്പിൽ നിന്ന് ആകെ ഒരു 1 മാത്രമേ എക്സിക്യൂട്ട് ആയിട്ടുള്ളൂ. പിന്നെ 3ഉം 4ഉം 5നൊന്നും ഒരു അവസരമില്ല. അപ്പോൾ 5നല്ലെങ്കിലും ഇല്ല, കാരണം ലെസ് ദാൻ 5 എന്ന് ചെക്ക് ചെയ്യുന്നതന്നെ ഉള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കൊടുത്താൽ 5നും കൂടെ ഉള്ള അവസരം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ആ 1ഉം പിന്നെ പുറത്തുള്ള 2ഉം ആണ് എക്സിക്യൂട്ട് ആയത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടിന്യൂവിൻ്റെ കേസ് വന്നപ്പോൾ 1 എക്സിക്യൂട്ടായി, 2 സ്കിപ്പായി, 3ഉം 4ഉം എക്സിക്യൂട്ടായി. പിന്നെ ഔട്ടർ ലൂപ്പിൻ്റെ വക ഉണ്ടായിരുന്നു, ഒന്നുകൂടെ ചെക്ക് ചെയ്യാണ്ടായിരുന്നല്ലോ ഈ സെയിം തിങ്, റിപ്പീറ്റേഷൻ, ഐട്രേഷൻ. അവിടെ വീണ്ടും 1 എക്സിക്യൂട്ടായി, 3 എക്സിക്യൂട്ടായി, 4 എക്സിക്യൂട്ടായി. അതാണ് അതിനകത്ത് നടന്നത് കേട്ടോ. This program, we see that when the control goes to the go there statement when I become equal to 2, then the control next goes out of the loop to the label there and print 2. ഇവിടെ നടന്നത് എന്താണെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിനകത്ത് ഗോ ടു ദേർ എന്ന് പറഞ്ഞതോടുകൂടി അവിടെയാണ് ആ കൺട്രോൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ദേർ കോളൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൊക്കേഷനിലേക്കാണ് കൺട്രോൾ പാസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴാണത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, i=2 ആവുന്ന സാഹചര്യത്തിൽ, i=2 ആവുന്ന സാഹചര്യത്തിൽ നേരെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പുറത്തുള്ള ദേറിലേക്കാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ TWO എന്നുള്ള 2 എന്താവും, പ്രിൻ്റ് ആവും. അതാണ് ഈ പ്രോഗ്രാമിനകത്ത് നടക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ്. പക്ഷേ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇപ്പോൾ essay ക്വസ്റ്റ്യനിലൊക്കെ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. കണ്ടിന്യൂൻ്റെ എക്സാമ്പിളും ഗോട്ടുവിൻ്റെ എക്സാമ്പിളൊക്കെ പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഏരിയാസാണ്. കാരണം അതിൻ്റെ ആ ലോജിക്കിൽ വരുന്ന ഡിഫറൻസ് പലർക്കും ക്യാച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഓക്കെ സിമ്പിൾ കണ്ടിന്യൂ അങ്ങനെയാണ്, ഗോറ്റു ഇങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാവും. പക്ഷേ നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ മൊത്തത്തിൽ കണ്ടിന്യൂവും ഗോറ്റും കൂടെ മിക്സായി പോവും. അപ്പോൾ എന്താണ് അതിനകത്ത് നടക്കുന്നത്, കണ്ടിന്യൂവിൻ്റെ കേസ് വരുമ്പോൾ അത് വീണ്ടും നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകുമെന്നും ഗോറ്റുവിൻ്റെ കേസ് വരുമ്പോൾ ഒരിക്കലും പിന്നെ അതിനൊരു തിരിച്ചു വരവില്ല എന്നും മനസ്സിലാക്കാൻ കഴിയണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 3 ജമ്മിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു, ബ്രേക്ക് ഡിസ്കസ് ചെയ്തു, പിന്നെ നമ്മൾ കണ്ടിന്യൂ ഡിസ്കസ് ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ ഗോ ടു ഡിസ്കസ് ചെയ്തു. ഇനി ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്, അതിനെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.